നെല്ലിന്റെ വില കുറച്ച് സംഭരിക്കാനുള്ള മില്ലുടമകളുടെ നീക്കമാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്ന ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിലിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന മില്ലുടമകൾ. നിലവിൽ നെല്ല് സംഭരിക്കുന്നത് കേന്ദ്ര സർക്കാരുമായി കരാർ ഒപ്പിട്ട മില്ല് മാത്രമാണ്. സർക്കാർ ഇതുവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ലെന്നും മുന്നോട്ടു പോകാൻ കഴിയാത്ത സ്ഥിതിയായെന്നും മില്ലുടമകൾ. തീർച്ചയായിട്ടും അടിസ്ഥാനരഹിതമായ ഒരു പ്രസ്താവന തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരേ ഒരു റൈസ് മില്ല് മാത്രമാണ് പുതുതായിട്ട് എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത്. യാതൊരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നുകൊണ്ട് മാത്രമാണ് ഈ നിലപാട് ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നത് തന്നെ. പിന്നെ ഒരു ഡിമാൻഡും പുതുതായിട്ട് റൈസ് മിൽ അസോസിയേഷൻ വെച്ചിട്ടില്ല. അവർ പറയുന്നത് 68 ആക്കാൻ കോടതി പറഞ്ഞു എന്നുള്ളതാണ് അവർ പറയുന്നത്. മനസ്സിലാക്കേണ്ടത് കോടതി പറഞ്ഞാലും അരിയുടെ ഔട്ടേൺ കൂടില്ല. അരിയുടെ ഔട്ടേൺ കിട്ടണമെന്ന് കൊല്ല കുറവ് ഗവൺമെന്റ് സഹിക്കുന്നതിന് കോടതി വിരോധമില്ലാന്ന് കോടതി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 66 ആക്കിയത്. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ശ്യാം. സംസ്ഥാനത്തെ നെല്ല് സംഭരണം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇന്ന് ഭക്ഷ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന എത്തിയത്. നെല്ലിന്റെ വില കുറച്ച് സംഭരിക്കാനുള്ള തന്ത്രമാണ് മില്ലുടമകൾ നടത്തുന്നതെന്നായിരുന്നു. പക്ഷേ മില്ലുടമകൾ മന്ത്രിയുടെ ആ വാദം തള്ളുകയാണ്. തങ്ങളെ ഇതുവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. നിലവിൽ 2 മില്ലുകൾ നെല്ല് സംഭരണം ആരംഭിച്ചു എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസിന് വേണ്ടി നേരത്തെ തന്നെ കരാർ ഒപ്പിട്ട ഒരു മില്ല് മാത്രമാണ് നെല്ല് സംഭരിക്കുന്നത്. മറ്റ് മില്ലുകൾ നെല്ല് സംഭരണം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ മില്ലുടമകൾ. സർക്കാരിന്റെ മില്ല് പോലും വലിയ പ്രതിസന്ധിയിലാണ്. ആ സാഹചര്യമാണ് നെല്ല് സംഭരണം തുടങ്ങാൻ സാധിക്കാത്തത്. കോടതി പറഞ്ഞാലും നിലവിലെ സാഹചര്യത്തിൽ ഈ രീതിയിൽ നെല്ല് സംഭരിക്കാനോ അരി നൽകാനോ കഴിയില്ല എന്നുള്ളതാണ് മില്ലുടമകൾ പറയുന്നത്. സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കാതെ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. നിലവിൽ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം സംസ്ഥാനത്തുണ്ട്. സർക്കാർ അത് പരിഗണിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് മില്ലുടമകളുടെ പരാതി. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.